പ്രധാനപ്പെട്ട UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഒരിക്കലും രാഷ്ട്രീയവൽക്കരണത്തിന് തയ്യാറാകാതെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇവിടെ ആവർത്തിച്ചുകൂടാ എന്ന മനുഷ്യത്വപരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് UDFന്റെ സ്ഥാനാർത്ഥി അടക്കമുള്ള UDF നേതാക്കൾ മുന്നോട്ട് പോയത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ പ്രശ്നത്തിൽ ഉത്തരവാദിത്ത ബോധം കാണിക്കേണ്ട കേരളത്തിന്റെ വനം മന്ത്രി ഈ ദൗർഭാഗ്യകരമായ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ഈ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കാനും തയ്യാറായത് നിലമ്പൂരിലെ ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. നിലമ്പൂരിലെ ജനങ്ങൾ അങ്ങേയറ്റത്തെ പ്രതിഷേധത്തിലാണ്. ഈ ഒരു പാവപ്പെട്ട കുട്ടിയുടെ മരണം പോലും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, ദുഷ്ടലോക്കോടുകൂടി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അതിനിന്ദ്യമായിട്ടുള്ള പ്രചരണം നടത്തിയിട്ടുള്ള വനം മന്ത്രി നിലമ്പൂർ നിവാസികളോട് മാപ്പ് പറയുക മാത്രമല്ല, അദ്ദേഹം സ്ഥാനം രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. ഇത്തരത്തിലൊരു മന്ത്രിയെ എങ്ങനെയാണ് കേരളത്തിന് സഹിക്കാൻ കഴിയുന്നത്? കേരളത്തിലെ ജനങ്ങൾ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ കഷ്ടപ്പെടുന്ന സമയത്ത് ഗാനമേളയ്ക്ക് പോവുകയും പാട്ടുപാടുകയും ചെയ്യുന്ന മന്ത്രി, വളരെ നിസ്സാരമായിട്ട് ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു വനം മന്ത്രി, ഈ വനം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ തരത്തിലാണ് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരും വനം മന്ത്രിയും തയ്യാറാവുന്നതെങ്കിൽ വനം മന്ത്രിയെയും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും നിലമ്പൂരിന്റെ മണ്ണിൽ തെരുവിൽ തടയാൻ UDF-ന്റെ പ്രവർത്തകർ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഈ പ്രതിഷേധ സമരം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇനിയും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെട്ടുകൂടാ. ഇപ്പൊ 15 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനിയും എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ ഈ സംസ്ഥാന സർക്കാർ കണ്ണടച്ചുകൊണ്ടിരിക്കും? ഇനിയും എത്ര മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ ഈ സർക്കാർ മൗനം പാലിച്ചുകൊണ്ടിരിക്കും? റോമാ നഗരം കത്തിയേരുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ റോമാ നഗരം കത്തിയേരിയുമ്പോൾ, നിലമ്പൂര് കത്തിയേരിയുമ്പോൾ മകൾ വീണയെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയേണ്ടി വരും. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള അഭിനവ നീറോ ആയിട്ടുള്ള പിണറായി വിജയന്റെ ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള നിലപാടിനെതിരെ നിലമ്പൂരിലെ ജനത അതിശക്തമായി പ്രതിഷേധിക്കും. ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച, അതിനിന്ദ്യമായ രീതിയിൽ രാഷ്ട്രീയവൽക്കരിച്ച കേരളത്തിന്റെ വനം മന്ത്രി മാപ്പ് പറഞ്ഞ് രാജിവെക്കും വരെ ഈ പോരാട്ടവുമായി UDF പ്രവർത്തകരും UDYF-ന്റെ പ്രവർത്തകരും മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.